മഞ്ചേശ്വരത്ത് UDF സ്ഥാനാർത്ഥി AK മഷ്റഫിന് അപരന്മാർ. ധർമ്മത്തടുക്ക് സ്വദേശി മുഹമ്മദ് അഷ്റഫ്, കീഴൂർ സ്വദേശി മുഹമ്മദ് അഷ്റഫ്, KA എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇതിൽ ഒരു അപരന്റെ കാര്യം നേരത്തെ കേട്ടിരുന്നു. AK മഷ്റഫിനൊപ്പം KM അഷ്റഫ് എന്ന് പറയുന്ന ഒരു അപരനുണ്ട് എന്ന്. രണ്ടാമതൊരാൾ കൂടി വരികയാണ്. മാധു, രണ്ടാമതല്ല മൂന്നാമത്, അങ്ങനെ ചേർത്ത് പറയുകയാണെങ്കിൽ 3 അപരന്മാർ AK മഷ്റഫിനുണ്ട് എന്ന് പറയേണ്ടി വരും. നേരത്തെ ആദ്യഘട്ടത്തിൽ AK മഷ്റഫിന്റെ പേരിനോട് സാമ്യമുള്ള ഒരു പേരുണ്ടായിരുന്നത് SDPI സ്ഥാനാർത്ഥിയുടേതാണ്. SDPI സ്ഥാനാർത്ഥിയുടെ പേര് KM അഷ്റഫ് എന്നാണ്. അത് AK മഷ്റഫിന്റെ പേരിനോട് സാമ്യമുള്ളതാണ്. ഇതിപ്പോൾ 2 പേർ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകിയവരാണ്. അതിൽ ധർമ്മത്തടുക്ക് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അഷ്റഫ്, കീഴൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അഷ്റഫ് K ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ള 2 അപരന്മാർ. അങ്ങനെയാണെങ്കിൽ SDPI സ്ഥാനാർത്ഥിയായിട്ടുള്ള KM അഷ്റഫ് ഉൾപ്പെടെ 3 അപരന്മാർ AK മഷ്റഫിന്, അതായത് മഞ്ചേശ്വരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിക്കുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മഞ്ചേശ്വരത്തിന്റെ ഒരു സാഹചര്യം നമുക്കറിയാം. വളരെ ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. വളരെ ചെറിയ വോട്ടുകൾക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AK മഷ്റഫ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ അപരന്മാർ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുകയാണ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള AK മഷ്റഫിന് SDPI സ്ഥാനാർത്ഥിയുടെ പേര് കൂടി സാമ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 അപരന്മാർ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മധു, ശരി. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. 1700 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമാണ് AK മഷ്റഫിനുള്ളത്. ഞാൻ നേരത്തെ KM മഷ്റഫിന്റെ കാര്യം പറഞ്ഞത് SDPI സ്ഥാനാർത്ഥിയുടെ കാര്യമാണ് കേട്ടോ. ഇന്ന് പത്രിക സമർപ്പിച്ച 2 പേർ കൂടി ഉള്ളപ്പോൾ പേരുകളിൽ സാദൃശ്യമുള്ള 3 പേരാകുന്നു. AK മഷ്റഫ് കൂടി ചേരുകയാണെങ്കിൽ 4 പേരായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ SDPI ആ ഒരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അപരൻ എന്ന് വിളിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അരുൺ പൂപ്പറമ്പ 2 അപരന്മാർ എന്ന് പറഞ്ഞത്. എന്തായാലും അവിടെ മഞ്ചേശ്വരത്ത് വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാർ കൃത്യമായി നോക്കി മാത്രം വോട്ട് ചെയ്യണം. കാരണം കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ അപരപ്രക്രിയയൊക്കെ നടക്കുന്നത്. സ്വാഭാവികമായും നമ്മുടെ രാഷ്ട്രീയ ബോധ്യം അനുസരിച്ച് കൃത്യമായി നോക്കി ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ച് അങ്ങനെ പിഴവുകളില്ലാതെ വോട്ട് രേഖപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. നോക്കണം, ഒരു തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിലുള്ള ഈ ഗിമ്മിക്കുകളൊക്കെ കാണിക്കുന്നത് എന്നുള്ളത്.